കേരള PSC ഇപ്പോൾ കുറേയധികം നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ KGT യോഗ്യതയുള്ള 2 പോസ്റ്റുകളും അതുപോലെ തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്കുള്ള റിപ്പോർട്ടർ ഗ്രേഡ് 2 ഇംഗ്ലീഷിൻ്റെ ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 31/8/2022 കാറ്റഗറി നമ്പർ 257/2022. വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, നെയിം ഓഫ് പോസ്റ്റ് റിപ്പോർട്ടർ ഗ്രേഡ് 2 ഇംഗ്ലീഷാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 39,300 മുതൽ 83,000 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2004 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. പിന്നെയുള്ളത് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. പിന്നെയുള്ള ക്വാളിഫിക്കേഷൻസ് ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ഇൻ ടൈപ്പ് റൈറ്റിംഗ് KGT, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ഇൻ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഓഫ് കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇത് KGT ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റല്ല, ആംബുലൻസ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ്. എങ്കിലും ഞാൻ പറയാണ്, കാറ്റഗറി നമ്പർ 261/2022. ലാസ്റ്റ് ഡേറ്റ് ഇതിലേക്കും വരുന്നത് 31/8/2022 വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് പാസ്വേഡും യൂസർ IDയും ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നെയിം ഓഫ് പോസ്റ്റ് ആംബുലൻസ് അസിസ്റ്റൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്കെയിൽ ഓഫ് പേ 23,000 മുതൽ 50,200 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. അപ്പോൾ ഇതിൽ വിമൻസിനും അതായത് സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെ. അതായത് 2/1/1986 1/1/2004 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ OBC SC/ST ട്രൈബ് SC/ST കാസ്റ്റിനുള്ള അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 വയസ്സാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 8ാം ക്ലാസ് പാസ്സായിരിക്കണം, മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ഇതിലിവിടെ മെഡിക്കൽ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് അതുതന്നെ ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 262/2022. ലാസ്റ്റ് ഡേറ്റ് 31/8/2022 ആണ്. ഇതിൻ്റെ ഫേം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ 20,000 മുതൽ 45,800 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പിന്നെ ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2004 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ OBC SC/ST കാൻഡിഡേറ്റ്സിന് എലിജിബിൾ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേഷൻ ഫ്രം UGC recognized university, national institute established by the central government or institutions established by government of Kerala or its equivalent. Lower grade certificate in typewriting English KGT and computer word processing or its equivalent. Lower grade certificate in Malayalam typewriting KGT or its equivalent. Lower grade certificate in shorthand English KGT or its equivalent. Lower grade certificate in shorthand Malayalam KGT or its equivalent. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക നോട്ട് കൊടുത്തിട്ടുണ്ട്. Those who have passed the KGT typewriting before 2002 should possess
separate certificate in computer word processing or its equivalent at the time of application on or before last date of receipt of application. അതായത് 2002 മുമ്പ് KGT ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ടുള്ളവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവണം. ഇതിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് ഈ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രൊബേഷൻ പറയുന്നുണ്ട് ഇവിടെ. എനി പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ് ഷാൾ ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ഓർ ഷീ ജോയിൻസ് ഡ്യൂട്ടി ബിയോണ്ട് പ്രൊബേഷൻ ഫോർ ടോട്ടൽ പീരീഡ് ഓഫ് 2 years ഓൺ ഡ്യൂട്ടി വിത്തിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 years. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.